ഈ പുതിയ സർക്കാരിൻ്റെ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ള ശ്രീ സതീശൻ നേതൃത്വം കൊടുക്കുന്ന UDF മന്ത്രിസഭയുടെ ദിശ, ഭാവി വികസനം, കേരളത്തെ സംബന്ധിക്കുന്ന ദിശ എന്താണ് എന്നത് വ്യക്തമാണ്. ആ ദിശ ഈ പറഞ്ഞതുപോലെ സർവതല സ്പർശിയുമല്ല, ഇടതുപക്ഷവുമല്ല, മറിച്ച് തീവ്ര വലതുപക്ഷ നിലപാടുകളാണ് അതിനകത്തുള്ളത്. ഈ ഇടതുപക്ഷ പ്രച്ഛന്ന വേഷം എങ്ങനെയാണ് തരിമ്പ് പോലും അവശേഷിക്കാതെ അഴിഞ്ഞു താഴത്ത് വീഴുന്നത്, ആടയാഭരണങ്ങൾ ഒന്നടങ്കം എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഭൂപരിഷ്കരണത്തെക്കുറിച്ചുള്ള പരാമർശം, ഭൂമി എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പരാമർശം, വ്യവസായത്തെക്കുറിച്ചിട്ടുള്ള ഭാവി കാഴ്ചപ്പാടിനെ സംബന്ധിച്ചുള്ള അവ്യക്തതയും ധാരണക്കുറവും, സമുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള വലിയ സംഗതിയാണല്ലോ സമുദ്രവും. ഒരു പത്രം പറഞ്ഞത് വിഭവ സമുദ്രം എന്നുള്ളതാണ്. കടലിനകത്ത് തെക്കൻ കേരളത്തിൽ കൊച്ചി മുതൽ തെക്കോട്ട് കൊല്ലം തീരം വരെ, കൊല്ലത്തിൻ്റെ അങ്ങേറ്റ തീരം വരെ കടലിനകത്ത് നിന്ന് അടിച്ച് കരയ്ക്ക് കയറുന്ന മണ്ണ് വളരെ പ്രധാനപ്പെട്ട മിനറലാണ്. അതറിയാം. ആ മിനറലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ മിനറലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എല്ലാ കാലത്തും UDFും LDFും തമ്മിൽ അതാരാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള തർക്കം 90കൾ മുതൽ കേരളത്തിലുണ്ട്. എല്ലാ കാലത്തും UDF വരുമ്പോഴെല്ലാം ആലപ്പുഴ തീരത്ത് മാത്രമല്ല, കൊല്ലത്തിൻ്റെ തീരത്ത് ചവറ ബ്ലോക്കിൽ നിന്നും ഒരു ബ്ലോക്ക് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ മൈനിങ് മന്ത്രാലയത്തിന് അന്ന് വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ജോൺ മത്തായി എഴുതിയ കത്ത് വരെ പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് വലിയ ബഹളത്തെ തുടർന്ന് പിൻവലിക്കുകയാണ് ചെയ്തത്. ആ സമരത്തിനകത്ത് മുന്നിൽ ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക, ഉടനീളം ആ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ആ സമരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, എന്നൊക്കെ UDF അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്ന് കടലിൽ ഈ മണ്ണ് വാരിക്കൊടുക്കാനായിട്ടുള്ള പരിപാടി അവർ പരസ്യമായി തന്നെ വന്ന് ഉത്തരവായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഏതിനകത്ത്? ഈ തെക്കൻ കേരളത്തിലെ കടലിൻ്റെയും കടൽ തീരത്തുമുള്ള മിനറൽസ് റിച്ച് ആയിട്ടുള്ള മണ്ണ് സ്വകാര്യമായിട്ട് മൈൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്. സ്വകാര്യമായി പ്രകൃതിയുടെ വിഭവങ്ങളെ അപ്പാടെ വാരി പ്രൈവറ്റ് ക്യാപിറ്റലിന് വിൽക്കുന്ന ഏർപ്പാടാണ്. മൗലികമായ പ്രകൃതി വിഭവങ്ങളെ വിറ്റു തൊലയ്ക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു ധനനയം പിന്തുടരുന്ന ആൾക്കാണ് കേരളത്തിലെ ഈ സോക്കോൾഡ് അക്കാഡമിക് ലെഫ്റ്റും ഒരുപക്ഷം ഒരു വിശാല ഇടതുപക്ഷം എന്നുള്ള സഖ്യവും കൂടെ ഈ ഇടതുപക്ഷമാണ് എന്നുള്ള ആടയാഭരണങ്ങൾ ചാർത്തി കൊടുത്തത്. അത് ഒന്നൊന്നാകെ അഴിഞ്ഞു വീഴുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷമല്ല, മറിച്ച് തീവ്ര വലതുപക്ഷ നിലപാടിലേക്കാണ് സതീശൻ്റെ ബഡ്ജറ്റ് പോകുന്നത്. അതിന് ബാക്കിയുള്ള വശങ്ങളും ഉണ്ട്.